ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചതാണ് ഈജിപ്തിലെ പിരമിഡുകളും അതിനുള്ളിലെ ശവകുടീരങ്ങളും. അതിലേറ്റവും നിഗൂഢമാണ് ഫറവോ ആയിരുന്ന തുത്തൻഖാമിന്റെ ശവകുടീരം. തുത്തൻഖാമിന്റെ കല്ലറ തുറന്ന 20-ലേറെ പേരെ പിന്തുടർന്നത് ആജീവനാന്ത ശാപവും ദുർമരണവും. ഫറവോയുടെ ശാപം എന്ന ലോകപ്രസിദ്ധമായ ആ മരണങ്ങൾക്ക് പിന്നിലെ കാരണം ഒടുവിൽ ഗവേഷകർ കണ്ടെത്തി. മമ്മി അടക്കം ചെയ്ത പേടകം തുറന്നപ്പോൾ പുറത്തുകിടന്ന അണുപ്രസരണവും വൈറസുകളുമാണ് ശാപമരണത്തിന് കാരണമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. ഈജിപ്തിലെ ഫറവോമാരിൽ ഏറ്റവും പ്രശസ്തനാണ് തുത്തൻഖാമൻ. തുത്തൻഖാമന്റെ ശാപവും ലോകപ്രശസ്തമാണ്. തുത്തൻഖാമന്റെ കല്ലറ കണ്ടെത്തി മമ്മി അടക്കം ചെയ്തിരുന്ന പേടകം തുറന്ന പലരും അകാല മൃത്യുവിന് ഇരയായി എന്നാണ് വിശ്വാസം. അന്ത്യനിദ്രയിലാണ്ട തന്നെ ശല്യപ്പെടുത്തിയവരെ തുത്തൻഖാമന്റെ ശാപം വേട്ടയാടുന്നതായാണ് പ്രചരിച്ചിരുന്ന കഥകൾ. ഇതാണ് തുത്തൻഖാമന്റെ ശാപം അഥവാ ഫറവോയുടെ ശാപം എന്ന പേരിൽ ലോകപ്രശസ്തമായത്. ഇതിനെ ആസ്പദമാക്കി അനേകം സിനിമകളും ഫിക്ഷനും പുറത്തിറങ്ങിയിട്ടുണ്ട്. ചരിത്രത്തിൽ അത്ഭുതമായി അവശേഷിക്കുന്ന ഈജിപ്തിൽ കണ്ടെത്തിയ മറ്റു ചില മമ്മികൾക്ക് പിന്നിലും ഇത്തരം ശാപങ്ങളുടെ കഥ പറയുന്നുണ്ട്. എന്നാൽ ഈ അസ്വാഭാവിക മരണങ്ങൾക്ക് ശാപവുമായി ബന്ധമില്ലെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. ജേണൽ ഓഫ് സയന്റിഫിക് എക്സ്പ്ലോറേഷൻ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ യുറേനിയം പോലെ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ അടക്കമുള്ള വിഷപദാർത്ഥങ്ങളാകാം പേടകം തുറന്നവരുടെ അകാല മരണത്തിന് കാരണമെന്ന് ഗവേഷകർ പറയുന്നു. കല്ലറ തുറക്കാതിരിക്കാൻ മാരക വിഷപദാർത്ഥങ്ങൾ അതിനകത്ത് ബോധപൂർവം നിക്ഷേപിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. 3200 വർഷത്തിലേറെയായി അവിടെ കുടുങ്ങിക്കിടന്ന അണുപ്രസരണം കല്ലറ തുറന്നപ്പോൾ പുറത്തുവരികയും അവിടെ ഉണ്ടായിരുന്നവരിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നുമാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. തുത്തൻഖാമിന്റെ കല്ലറയിൽ ആശങ്കാജനകമായ തരത്തിൽ റേഡിയേഷൻ സാന്നിധ്യമുണ്ടെന്നും ഇത് അർബുദം പോലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗിസയ്ക്ക് സമീപവും സഖാറയിലും പുരാതന ശവക്കല്ലറകളിൽ റേഡിയേഷൻ സാന്നിധ്യം കണ്ടെത്തി. ബസാൾട്ട് ശിലകൾ ഉപയോഗിച്ചാണ് കല്ലറകൾ നിർമ്മിച്ചതെന്നും അവയിൽ നിന്ന് അണുപ്രസരണത്തിന് സാധ്യതയുണ്ടെന്നും പഠനത്തിന് നേതൃത്വം നൽകിയ പ്രൊഫസർ റോബർട്ട് ടെമ്പിൾ വ്യക്തമാക്കി. യുറേനിയം വിഘടിക്കുമ്പോഴുണ്ടാകുന്ന വാതകമായ റാഡോണിന്റെ സാന്നിധ്യം 6 കല്ലറകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. 1960കളിലെ പരിവേഷണത്തിനിടെ പിരമിഡുകളിൽ നിന്നും ലഭിച്ച ആയിരക്കണക്കിന് കുടങ്ങളിൽ 200 ടണ്ണോളം അജ്ഞാത പദാർത്ഥങ്ങളുണ്ടായിരുന്നു. മമ്മികൾക്കൊപ്പം കുഴിച്ചുമൂടിയ വിഷവസ്തുക്കളാണിതെന്ന് പഠനത്തിൽ തെളിഞ്ഞു. വൈറസ് പോലുള്ള സൂക്ഷ്മജീവികളുടെ സാന്നിധ്യമാകാം മരണകാരണങ്ങൾക്ക് പിന്നിലെന്ന സിദ്ധാന്തവും നിലവിലുണ്ട്. കല്ലറയ്ക്ക് പുറത്തുള്ള പുരാതന ലിഖിതങ്ങൾ അതിലെ വിഷവസ്തുക്കളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള സൂചന നൽകുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. പുരാതന കാലത്ത് ജീവിച്ചിരുന്നവർക്ക് ഈ കല്ലറകളിലെ അപകടത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നിരിക്കാമെന്നും അതുകൊണ്ടാകാം അവർ അതൊന്നും തുറക്കാത്തതെന്നും ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും തുത്തൻഖാമിന്റെ കല്ലറയിലെത്തിയവർ ഒന്നിനു പിറകെ ഒന്നായി മരിച്ചതിന് കാരണം അമാനുഷിക ശക്തികളോ ശാപമോ അല്ലെന്ന് ഗവേഷകർ ഉറപ്പിച്ചു പറയുന്നു. BC 1332 മുതൽ BC 1325 കാലഘട്ടത്തിൽ ഈജിപ്തിലെ ഫറവോ ആയിരുന്നു തുത്തൻഖാമൻ. 8 or 9 വയസ്സുള്ളപ്പോൾ അധികാരത്തിലേറിയെന്നാണ് പറയപ്പെടുന്നത്. 19ാം വയസ്സിൽ തുത്തൻഖാമൻ മരിച്ചു. തുത്തൻഖാമൻ എങ്ങനെ മരിച്ചു എന്നത് ഇന്നും തർക്കവിഷയമാണ്. കാലിലെ ഒടിവ്, രഥത്തിൽ നിന്നുള്ള വീഴ്ച തുടങ്ങി മലേറിയ ബാധ വരെ മരണകാരണങ്ങളായി പറയപ്പെടുന്നു. ഫറവോ ശത്രുക്കളാൽ കൊല ചെയ്യപ്പെട്ടു എന്നാണ് മറ്റൊരു അനുമാനം. 1922 നൈൽ നദിയുടെ തീരത്ത് ലക്സർ നഗരത്തിനടുത്തുള്ള വാലി ഓഫ് കിങ്സിൽ ഇംഗ്ലീഷ് ആർക്കിയോളജിസ്റ്റായ ഹൊവാർഡ് കാർട്ടറാണ് തുത്തൻഖാമിന്റെ കല്ലറ ആദ്യമായി കണ്ടെത്തിയത്. എന്നാൽ ഈ കണ്ടെത്തൽ അന്ന് തിരികൊളുത്തിയത് നിരവധി അഭ്യൂഹങ്ങൾക്കാണ്. അവയിൽ ഏറ്റവും പ്രധാനം ആ ശവകുടീരത്തിനുള്ളിലേക്ക് കാലെടുത്തു വച്ചവർ അഭിശപ്തമായ തുത്തൻഖാമൻ ഫറവോയുടെ മമ്മിയെ കൈകൊണ്ടു തൊട്ടവർ അധികകാലം ജീവിച്ചിരുന്നില്ല എന്ന പ്രചാരണമാണ്. തുത്തൻഖാമിന്റെ കല്ലറ തുറന്ന ഹൊവാർഡ് കാർട്ടർ അധികം വൈകാതെ ക്യാൻസർ രോഗം ബാധിച്ചു മരിച്ചു.
കാർണർ വോണിലെ 5-ാം പ്രഭുവും ഈജിപ്റ്റോളജിസ്റ്റുമായിരുന്നു ഈ പ്രോജക്റ്റിനു വേണ്ട ധനസഹായം നൽകിയിരുന്നത്. കാർട്ടറുടെ സംഘത്തോടൊപ്പം പ്രഭുവും അവർ കണ്ടെത്തിയ ശവകുടീരത്തിനുള്ളിലേക്ക് കയറി. 56-ാം വയസ്സിൽ മകളോടൊപ്പം സമുദ്രയാത്ര നടത്തുന്നതിനിടെ പ്രഭു രക്തത്തിൽ വിഷബാധയേറ്റു മരിച്ചു. ഷെർലക് ഹോംസിന്റെ കഥാകാരനായ ആർതർ കോനൻ ഡോയൽ പറഞ്ഞത്, ആ ഫറവോയുടെ മൃതദേഹം മറവു ചെയ്ത സമയത്ത് പുരോഹിതർ സൃഷ്ടിച്ച ദുർമന്ത്രവാദത്തിന്റെ സംരക്ഷണ വലയമാണ് കാർണർ വോൺ പ്രഭുവിന്റെ പ്രാണൻ അപഹരിച്ചത് എന്നായിരുന്നു. എന്നാൽ തുത്തൻഖാമിന്റെ ശവകുടീരം സന്ദർശിച്ച, മമ്മിയിൽ സ്പർശിച്ച പലരും ആയുസ്സിന് ഒരു ഛേദവും പറ്റാതെ സുദീർഘകാലം ജീവിച്ചു. എന്നാൽ അതൊന്നും ആരുടെയും ചെവിയിലെത്തിയില്ല. അതേസമയം ദുർമരണങ്ങളെക്കുറിച്ചുള്ള കഥകൾക്ക് വൻ പ്രചാരവും ലഭിച്ചു. പ്രചരിച്ച ശാപകഥകളെല്ലാം തെറ്റാണെന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്.